next therapy that is seen in psychosocial therapies, that is behavioral therapy അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ബിഹേവിയർ തെറാപ്പി? ബിഹേവിയർ മോഡൽ അനുസരിച്ച് ഒരു സൈക്കാട്രിക് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ maladaptive pattern of behavior. അതായത് when a person is showing a maladaptive pattern of behavior, he is considered to be mentally unhealthy എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റും when this maladaptive pattern of behavior is changed to adaptive pattern of behavior, he is considered to be മെൻ്റലി ഹെൽത്തി എന്നുള്ള രീതിയിലും ഉള്ള ഒരു കൺസിഡറേഷനാണ് ബിഹേവിയറൽ മോഡൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ആധാരമാക്കി മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയറിനെ അഡാപ്റ്റീവ് പാറ്റേണിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ മോഡലാണ് അല്ലെങ്കിൽ തെറാപ്പീസാണ് ഈ ബിഹേവിയറൽ തെറാപ്പിയിൽ ഉള്ളത്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ 2 മെയിൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 2 തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ബിഹേവിയർ തെറാപ്പി എല്ലാം വർക്ക് ചെയ്യുന്നത്. ദ ബേസിക് തിയറീസ് ദാറ്റ് ആർ അണ്ടർലൈങ് ദ ബിഹേവിയറൽ തെറാപ്പി ആർ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി അതായത് ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ മേജർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്റ്റിമുലസുകൾ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ഒരു സ്റ്റിമുലസിന് മറ്റേ സ്റ്റിമുലസിൻ്റെ പ്രോപ്പർട്ടി നേടാനുള്ള ഒരു ശക്തിയുണ്ട് എന്നുള്ളത് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ മേജർ കൺസെപ്റ്റ്. ഇവാൻ പാവ്ലോയുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് കരുതുന്നു. അതായത് ഒരു ഡോഗിന് ഫുഡ് കൊടുക്കുന്നതിനോടൊപ്പം അയാളൊരു ബെല്ല് റിങ് ചെയ്യിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നാൾ ബെല്ല് റിങ് ചെയ്യിച്ച് ഒരുമിച്ച് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ബെല്ല് റിങ് ചെയ്യുന്നതിന് തൊട്ടടുത്ത നിമിഷം തന്നെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ഡോഗ് ലേൺ ചെയ്തു, അതായത് ഓൾവേസ് ദ ബെൽ ഈസ് ഫോളോഡ് ബൈ ഫുഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവരുടെ മനസ്സിലേക്ക് വരികയും പിന്നെ ബെല്ല് മാത്രം അടിക്കുമ്പോൾ സലൈവേഷൻ എന്ന പ്രക്രിയ അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആ ഡോഗിനുണ്ടാവുകയും ചെയ്തു. ഒരിക്കലും ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ സലൈവേഷൻ ഒരിക്കലും സംഭവിക്കുകയില്ല. പക്ഷേ ഭക്ഷണം കാണുകയാണെങ്കിൽ സലൈവേഷൻ ഹ്യൂമൻ ബീങ്സിനായാലും ഏത് ജീവജാലങ്ങൾക്കായാലും ആ ഒരു സലൈവേഷൻ സലൈവയുടെ പ്രോപ്പർട്ടി ഉള്ള സലൈവേഷൻ ഉള്ള ജീവജാലങ്ങൾക്കെല്ലാം സലൈവേഷൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുന്നത്, അതിൽ നമ്മുടെ ബെല്ല് ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ് എന്ന സ്റ്റിമുലസിൻ്റെ പ്രോപ്പർട്ടി ഗെയിൻ ചെയ്തു ബിക്കോസ് ഓഫ് പെയറിങ് ഓർ അസോസിയേഷൻ. ഓൾവേസ് ബെല്ലും ഫുഡ് ഒരുമിച്ചാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഡോഗിൻ്റെ മനസ്സിൽ ഇത് രണ്ടും തമ്മിലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യുകയും ബെല്ല് വന്നപ്പോൾ തന്നെ സലൈവേഷൻ സംഭവിക്കുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു മേജർ കൺസെപ്റ്റ്. Then operant conditioning theory by B.F. Skinner. B.F. Skinnerന്റെ operant conditioning തിയറിയുടെ മേജർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ any behavior followed by a positive reinforcement or reward is likely to repeat എന്നുള്ളൊരു കൺസിഡറേഷനിൽ നിന്നാണ് operant conditioning തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ബിഹേവിയറൽ തെറാപ്പിയുടെ മേജറായിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഓൾ ബിഹേവിയേഴ്സ് ആർ ലേൺഡ് ആൻഡ് മാലഡാപ്റ്റീവ് ബിഹേവിയർ ക്യാൻ ബി അൺലേൺഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇൻ ബിഹേവിയർ തെറാപ്പി ആർ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അവേർഷൻ തെറാപ്പി, ഫ്ലഡിംഗ്, operant conditioning to increase adaptive behavior, operant conditioning to teach new behavior, operant conditioning for decreasing maladaptive behavior, cognitive behavior therapy അല്ലെങ്കിൽ CBT, and assertiveness training. അപ്പോൾ these are the major methods that are used in behavioral therapy. ഇതിന് പുറമേയും വളരെയധികം ഉണ്ട്. മേജറായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. Then ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഡീസെൻസിറ്റൈസ് ചെയ്യുക. അപ്പോൾ മെയിൻലി ഈ തെറാപ്പീസ് യൂസ് ചെയ്യുന്നത് ഫോബിയ, ആങ്സൈറ്റി എന്നുള്ള കണ്ടീഷനുകളാണ് മേജറായിട്ട്
യൂസ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ബിഹേവിയർ തെറാപ്പി ഈസ് യൂസ് ടു എലിമിനേറ്റ് ഫിയർ ആൻഡ് ആങ്സൈറ്റി ഇൻ പേഷ്യൻസ്. അത് ഒരു 3 സ്റ്റെപ്പാണ് ഈ ഒരു സ്പെസിഫിക് തെറാപ്പിക്കുള്ളത്. ദാറ്റ് ഈസ് റിലാക്സേഷൻ ട്രെയിനിങ്, ഹൈറാർക്കി ഫോർമേഷൻ ആൻഡ് ഡീസെൻസിറ്റൈസേഷൻ ഓഫ് സ്റ്റിമുലസ്. അങ്ങനെ 3 സ്റ്റെപ്സ് ആണ് ഈ ഒരു ബിഹേവിയർ തെറാപ്പിയിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് relaxation training. Relaxation training means the therapist will teach the client how he can use or how he can make use of the relaxation techniques like deep breathing exercises, Jacobson muscle relaxation techniques, or any other relaxation techniques which the patient is able to learn or the person is able to practice and execute. അപ്പോൾ അങ്ങനെയുള്ള കാര്യം പേഷ്യൻറ്റിനെ ആദ്യം പഠിപ്പിക്കുന്നു. അതായത് ഒരു സ്പെസിഫിക് റിലാക്സേഷൻ ടെക്നിക്ക് പേഷ്യൻറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഹൈറാർക്കി ഫോർമേഷൻ. എന്താണ് ഹൈറാർക്കി ഫോർമേഷൻ? ഹൈറാർക്കി ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിനൊരു സ്പെസിഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഹൈറാർക്കി ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഒരു വ്യക്തിക്ക് ഫിയറോ ആങ്സൈറ്റിയോ ഉള്ള വ്യക്തിനെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള തെറാപ്പീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഹൈറാർക്കി ആയിട്ട് അവരുടെ ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷനെ അല്ലെങ്കിൽ അവരുടെ ഫോബിയ പ്രൊവോക്കിംഗ് സിറ്റുവേഷനെ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറയുകയും അതിനുശേഷം അതിനെ നമ്മൾ വീക്കസ്റ്റ് ടു സ്ട്രോങ്ങസ്റ്റ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ ഡീസെൻസിറ്റൈസേഷൻ ഓഫ് സ്റ്റിമുലസ്. ഡീസെൻസിറ്റൈസേഷൻ ഓഫ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ സ്റ്റിമുലസ് ഓൾറെഡി വീക്കസ്റ്റ് ടു സ്ട്രോങ്ങസ്റ്റ് എന്ന രീതിയിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ പല കാര്യങ്ങളോട് പേടി ഉണ്ടാകുമെന്ന് കരുതുക. അതായത് ഒരു വ്യക്തിക്ക് ഉയരത്തിനോട് പേടിയുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അടഞ്ഞെടുക്കുന്ന ഇതിലോട് പേടിയുണ്ട്, സോഷ്യൽ ഫോബിയ ഉണ്ട്, അങ്ങനെ പല പല ഫോബിയാസ് ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് നമുക്ക് കരുതുക. അപ്പോൾ അതിൽ നമ്മൾ അതിനൊരു ഹൈറാർക്കിയിൽ ഏതെങ്കിലും ചെറിയ പേടി മുതൽ വലിയ പേടിയിലേക്ക് ഉള്ള രീതിയിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഡീസെൻസിറ്റൈസേഷൻ ഓഫ് സ്റ്റിമുലസ്, അതായത് ഒരു വ്യക്തിനെ ഓരോന്നോരോന്ന് നമ്മൾ ആ ഒരു സ്പെസിഫിക് സ്റ്റിമുലസ് അല്ലെങ്കിൽ ആ സ്പെസിഫിക് സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ അനുവദിക്കുകയാണ്. അതായത് ഉയരം കൂടി ഉള്ള സ്ഥലത്ത് കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുക. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് സെൻസ് ഓഫ് ആങ്സൈറ്റി അല്ലെങ്കിൽ സെൻസ് ഓഫ് ഫിയർ ഉണ്ടാകും. അപ്പോൾ ആ സിംറ്റംസ് വരുമ്പോൾ തന്നെ തെറാപ്പിസ്റ്റ് ആ വ്യക്തിയോട് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറയുന്നു. സോ ദ ക്ലയന്റ് വിൽ അപ്ലൈ ദി ലേൺഡ് റിലാക്സേഷൻ ടെക്നിക്സ് ആൻഡ് ഹി വിൽ ഫീൽ മച്ച് റിലാക്സ്ഡ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ സെൻസ് ഓഫ് ആങ്സൈറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ട്രയലുകൾക്ക് ശേഷം ആ വ്യക്തി ആ സ്പെസിഫിക് സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ പഠിക്കുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഓരോ സിറ്റുവേഷൻ ആ വ്യക്തിയുടെ മുന്നിൽ ഫേസ് ചെയ്യിപ്പിച്ച് ആ വ്യക്തിനെ അതിനോട് ഒന്ന് നമ്മൾ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സ്പെസിഫിക് മെത്തേഡാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് അവേർഷൻ തെറാപ്പി. എന്താണ് അവേർഷൻ തെറാപ്പി? അത് ഒരു സ്പെസിഫിക് തെറാപ്പി ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ആൽക്കഹോളിക്സ് ആൻഡ് മേജർ സെക്ഷുവൽ ഡിസോർഡേഴ്സ്. അങ്ങനെ പല ഡിസോർഡേഴ്സിൽ അത് യൂസ് ചെയ്യാറുണ്ട്. അവേർഷൻ അല്ലെങ്കിൽ അവേർഷനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ തെറാപ്പി ഇൻ വിച്ച് ദ പ്ലസന്റ് സ്റ്റിമുലസ് ഈസ് പെയർഡ് വിത്ത് ആൻ അൺപ്ലസന്റ് റെസ്പോൺസ്. സോ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് that unpleasant response, the pleasant stimulus will become unpleasant due to association. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസിങ് പോലെയുണ്ട്. ഓക്കെ, അങ്ങനെ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ when a pleasant stimulus is paired with an unpleasant response, the pleasant stimulus will become unpleasant എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് മേക്കിംഗ് എ പ്ലസന്റ് സ്റ്റിമുലസ് ഇൻ ടു അൺപ്ലസന്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് അസോസിയേഷൻ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുകയും, മെയിൻലി ആൽക്കഹോളിസത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഡൈസൾഫിറാം എന്ന ഒരു സ്പെസിഫിക് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ദിസ് അവേർഷൻ തെറാപ്പി. അതിന് ഒരു ഡൈസൾഫിറാം തെറാപ്പി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ തെറാപ്പി
എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു സ്പെസിഫിക് ഡൈസൾഫറാം എന്ന ഡ്രഗ് പേഷ്യൻറ്റിൻ്റെ അറിവില്ലാതെ, പേഷ്യൻറ്റിന് മനസ്സിലാവരുത്, അത് അറിവ് കൂടാതെ കൊടുക്കുക. അതായത് ഭക്ഷണത്തിൽ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്നാന്നുള്ള രീതിയിലും പേഷ്യൻറ്റിന് നോർമൽ മെഡിസിൻ റെജിമെൻ്റ് കൂടെ കൊടുക്കുക. അതായത് പേഷ്യൻ്റ് ഒരിക്കലും മനസ്സിലാവരുത് ഈ ഒരു മരുന്ന് മൂലം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നുള്ള മുൻധാരണ ആ വ്യക്തിക്ക് ഉണ്ടാകരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡൈസൾഫറാം എന്ന മരുന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം പേഷ്യൻറ്റ് ആൽക്കഹോളിക് ആണല്ലോ, അപ്പോൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആ വ്യക്തി ചെയ്യും. എവിടെ ഒളിച്ചിരുന്നായാലും അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അവസരം കിട്ടുമ്പോൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യും. ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് സിവിയർ ആൽക്കഹോൾ ആൻഡ് ഡൈസൾഫറാം റിയാക്ഷൻ. ഈ ആൽക്കഹോളും ആൽഡിഹൈഡും തമ്മിലൊരു റിയാക്ഷൻ അവിടെ സംഭവിക്കുകയും ആ വ്യക്തിക്ക് ഒരു ടോക്സിൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അയാളുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പാർട്ടുകളിൽ ടോക്സിൻ്റെ പ്രൊഡക്ഷൻസ് സംഭവിക്കുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് സിവിയർ സിംറ്റംസ് ലൈക്ക് vomiting, abdominal cramping, vertigo. The person will feel that he is going to die. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ സംഭവിക്കുന്നു. വോമിറ്റിംഗ് സംഭവിക്കുന്നു. വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിവിയർ വോമിറ്റിംഗ് ഒക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അബ്ഡോമിനൽ ക്രാംസ്, ഭയങ്കര വേദന, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആ വ്യക്തി ഫേസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 3-4 ട്രയൽ ആ വ്യക്തിക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി ഓർക്കും ആൽക്കഹോൾ കാണുമ്പോഴേ ഈ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരികയും ഇങ്ങനെയുള്ള ആ ഒരു ആൽക്കഹോളിസം എന്ന ശീലം ഒഴിവാക്കാനുള്ള ഒരു ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ഡെഫിനിഷൻ ആൽക്കഹോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയാം. വെൻ എ പ്ലസൻറ്റ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഈസ് പെയർഡ് വിത്ത് ആൻ അൺപ്ലസൻറ്റ് റെസ്പോൺസ്. അൺപ്ലസൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈസൾഫറാം കഴിച്ചു കഴിഞ്ഞാൽ, ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വോമിറ്റിംഗ്, അബ്ഡോമിനൽ ക്രാമ്പ്, ആ ഒരു സിവിയർ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെ നമ്മൾ അൺപ്ലസൻറ്റ് റെസ്പോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദാറ്റ് അൺപ്ലസൻറ്റ് റെസ്പോൺസ്, അതായത് ആ വോമിറ്റിങ്ങും ഇതും ഇല്ലെങ്കിൽ പോലും ദ പ്ലസൻറ്റ് സ്റ്റിമുലസ് വിൽ ബിക്കം അൺപ്ലസൻറ്റ്. അതായത് ആൽക്കഹോൾ കാണുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് അതൊരു അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ബിക്കോസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ കഴിച്ചപ്പോൾ ഉണ്ടായ ആ വോമിറ്റിംഗ് പോലുള്ള സിംറ്റമായിട്ട് ഒരു ബന്ധം ആ വ്യക്തിയുടെ മനസ്സിൽ വരികയും ആൽക്കഹോൾ കാണുമ്പോൾ തന്നെ ആ സിംറ്റംസ് ഓർമ്മ വന്ന് ആ വ്യക്തി ആൽക്കഹോൾ എന്നുള്ള ആ ഒരു ഇത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുകൂടാതെ അപ്ലൈയിങ് ബിറ്റർ ടേസ്റ്റ് ഇൻ നെയിൽസ് ടു പ്രിവെന്റ് തം സക്കിങ് കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ബിറ്റർ ടേസ്റ്റ് ഉള്ള സാധനങ്ങൾ കയ്യിൽ, വിരലിൽ അല്ലെങ്കിൽ നഖത്തിൻ്റെ അവിടെ ഒക്കെ പുരട്ടുന്നു. അപ്പോൾ ആ വ്യക്തി അല്ലെ കുട്ടി തം സക്കിങ് നടക്കുമ്പോൾ ദ പേഴ്സൺ ഓർ ദ ചൈൽഡ് വിൽ ഫീൽ എ സെൻസ് ഓഫ് ബിറ്റർനെസ്. അപ്പോൾ ആ ബിറ്റർനെസ് ഒരിക്കലും നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ ദർ ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ ദാറ്റ് തം സക്കിങ് ആൻഡ് ബിറ്റർനെസ്. സോ ദ ചൈൽഡ് വിൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ലീവ് ദാറ്റ് സ്പെസിഫിക് ബിഹേവിയർ, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ നിർത്താനുള്ള ചാൻസ് ആണ് വളരെ കൂടുതലുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് അവേർഷൻ തെറാപ്പി. ദെൻ നെക്സ്റ്റ് ഈസ് ഫ്ലഡിങ്. എന്താണ് ഫ്ലഡിങ്? ഫ്ലഡിങ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഡീസെൻസിറ്റൈസേഷൻ എന്നുള്ള രീതിയിൽ പറയാം. അതായത് in this technique the client is directly exposed to anxiety provoking stimulus, but escape is made impossible, and by prolonged contact by or with the stimulus along with therapist guidance and encouragement, the patient gradually feels there is no actual danger in the situation. അതായത് മെയിൻലി അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ അല്ലെങ്കിൽ ആ ക്ലയൻറ്റിനെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഫോബിയ പ്രൊവോക്കിംഗ് സിറ്റുവേഷനിലേക്ക് ഡയറക്റ്റ്ലി ഫേസ് ചെയ്യാൻ അനുവദിക്കുകയും ദ പേഴ്സൺ ഈസ് നോട്ട് അലൗഡ് ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് സ്പെസിഫിക് സിറ്റുവേഷൻ. അവിടെ എസ്കേപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആഫ്റ്റർ പ്രൊലോങ്ഡ് കോണ്ടാക്ട് വിത്ത് that specific stimulus അല്ലെങ്കിൽ anxiety or phobia provoking situation, the client will realize that there is no actual danger in that specific situation. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെലൻ എന്ന സിനിമ നിങ്ങൾ കണ്ടിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ അതിൽ
അത് ഒരു രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ടല്ല ഞാൻ പറയുന്നത്, അതൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ആ ഐസിൻ്റെ ആ ഒരു സ്പെസിഫിക് കോൾഡ് സ്റ്റോറേജ് റൂമിൽ അകപ്പെട്ടു പോകുന്ന വ്യക്തി, അവിടെ ഒരു എലി അവിടെ വരികയും എലിനെ കാണുമ്പോൾ ആദ്യം ഭയങ്കര പേടിയാണ് ആ കുട്ടിക്കുണ്ടാകുന്നത്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ആ എലി അവരുടെ ഒരു കംഫർട്ട് അല്ലെങ്കിൽ എലിനെ തലോടുകയും എലിയായിട്ടൊരു ആ ഒരു പേടി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതായത് വെൻ എ പേഴ്സൺ ഈസ്, അവിടെ ഒരു എസ്കേപ്പിസം അവിടെ പോസിബിൾ അല്ല. ഇപ്പോൾ ഓടി രക്ഷപ്പെടായിരുന്നെങ്കിൽ ആ വ്യക്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടേനെ, പിന്നെ എലീനെ പിന്നെ പേടിയായിരിക്കും എപ്പോഴും. പക്ഷേ ആ എലീനോട് ആ ഒരു സ്പെസിഫിക് ടൈമിൽ എസ്കേപ്പിസം ഇല്ലാതെ കണ്ടിന്യൂസ്ലി ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ അധികം ഡേഞ്ചർ ഇല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുകയും അതിനോട് പൊരുത്തപ്പെടുകയും ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഫ്ലഡിങ്. Then operant conditioning for increasing adaptive behavior. Operant conditioning for adaptive behavior. Operant conditioning നമ്മൾ പറഞ്ഞിരുന്നു, അതായത് any behavior followed by a reward is likely to റിപ്പീറ്റ് എന്ന ഒരു കൺസിഡറേഷനാണ്. അപ്പോൾ അതിൽ മേജറായിട്ടുള്ളതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ടോക്കൺ എക്കോണമി, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ വെൻ എ ബിഹേവിയർ റെസ്പോൺസ് ഈസ് ഫോളോഡ് ബൈ എനി റിവാർഡ് സച്ച് ആസ് ഫുഡ്, പ്രൈസ് ഓർ gift, etc., that behaviors get strengthened and those behaviors are repeated. Okay. അപ്പോൾ അങ്ങനെയുള്ള കാര്യം നമുക്കറിയാം. സ്കൂളിൽ ഒരു കുട്ടി നല്ല രീതിയിൽ ഉത്തരം പറയുമ്പോൾ നമ്മളൊരു മിഠായി കൊടുക്കുമ്പോൾ പിന്നെ ആ ബിഹേവിയർ ഷോ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് എല്ലാ ട്രെയിനിങ്ങും നടക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ഒരു സൈക്യാട്രിക് ഡിസോർഡർ ഉള്ളൊരു വ്യക്തി ഒരു അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഷോ ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിവാർഡ്സ് കൊടുക്കുകയാണ്. റിവാർഡ് കൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ദെൻ ടോക്കൺ എക്കോണമി. ടോക്കൺ എക്കോണമി ഈസ് ഓൾസോ സെയിം ആസ് ദാറ്റ് ഓഫ് ദിസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു പാട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓരോ അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഷോ ചെയ്യുമ്പോഴും ആ വ്യക്തിക്ക് നമ്മൾ ഗിഫ്റ്റാണ് കൊടുക്കുന്നത്, മറ്റേ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റിൽ. അതിനു പകരം നമ്മളിവിടെ സ്പെസിഫിക് നമ്പർ ഓഫ് ടോക്കൺസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ടോക്കൺ പോലത്തെ ഒരു കോയിൻസ് പോലത്തെ ഒരു കാര്യങ്ങൾ കൊടുക്കുകയാണ്. അത് അത്ര ചെറിയ സൈസിലുള്ള കാര്യങ്ങളൊന്നും കൊടുക്കരുത്, കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ ഷീറ്റൊക്കെ ആയാലും മതി. അപ്പോൾ അതിൽ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇത്ര ടോക്കൺ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോക്കൺ ഇത്ര പല കാര്യങ്ങളായിട്ട് റിഡീം ചെയ്യാം. അതായത് 5 ടോക്കൺ ഒരു കോമിക് ബുക്കായിട്ട് റിഡീം ചെയ്യാം, അല്ലെങ്കിൽ 10 ടോക്കൺ ഒരു ഫുഡ് ഭക്ഷണമായിട്ട് റിഡീം ചെയ്യാം. അങ്ങനെ പല രീതിയിൽ അവർക്ക് റിഡീം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി കൂടുതൽ തവണ അത് ആ ബിഹേവിയർ, അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ റിപ്പീറ്റ് ചെയ്ത് ആ വ്യക്തി കൂടുതൽ ടോക്കൺസ് കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ള ഒരു സ്പെസിഫിക് കൺസെപ്റ്റാണ് ടോക്കൺ എക്കോണമിയിലുള്ളത്. ദെൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it occurs when something already present is removed as a result of a person's behavior, creating a favorable outcome for that specific person. അതായത് the client is exempted from room cleaning works after showing adaptive pattern of behavior. അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാക്കി കഴിയുമ്പോൾ ആ ഒരു സ്പെസിഫിക് ബിഹേവിയർ അല്ലെങ്കിൽ അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഷോ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അവിടെയുള്ള സ്പെസിഫിക് ക്ലയൻസിന്, ഒരു ഹോസ്പിറ്റലിലെ ഒരു വാർഡിലുള്ള ക്ലയൻസിന് എല്ലാവർക്കും റൂം ക്ലീൻ ചെയ്യുക എന്നുള്ള ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് താല്പര്യം കുറവാണ് റൂം ക്ലീനിങ്. പക്ഷേ ആ വ്യക്തി ഒരു നല്ല രീതിയിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു, ആദ്യം മിണ്ടാട്ടമൊന്നുമില്ലാത്ത വ്യക്തി. ഒരു ദിവസം എന്തെങ്കിലും ആരോടൊക്കെ സംസാരിച്ചു അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവരോട് പറയുകയാണ്, നീ ഇന്ന് ഈ ബിഹേവിയർ ഷോ ചെയ്തത് കാരണം നിന്നെ റൂം ക്ലീനിങ്ങിൽ നിന്നും ഒഴിവാക്കുന്നു. അപ്പോൾ ആ വ്യക്തിക്ക് നാളെയും റൂം ക്ലീനിങ്ങിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആ ഒരു പോസിറ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഷോ ചെയ്യേണ്ടത് അനിവാര്യമായിട്ട് വരുന്നു. അങ്ങനെ അത് സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് type is operant conditioning to teach new behavior.
പുതിയ ബിഹേവിയർ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഓപ്പറന്റ് കണ്ടീഷനിങ് മെത്തേഡ്സ് ആണ്. അതിലൊരെണ്ണമാണ് മോഡലിംഗ് ഒന്നുമല്ല ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ടി പറയാം. ഒരു കാര്യം ഒരു വ്യക്തിനെ പഠിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. നമുക്കറിയാം നമ്മുടെ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രാക്ടീസിൽ ഡെമോൺസ്ട്രേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഓക്കെ, ദെൻ റെസ്പോൺസ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസസിനെ ഒരു ഡിസൈഡ് വേയിലേക്ക് ഷേപ്പ് ചെയ്യുക. അതായത് ഒരു സൈക്കാട്രിക് പേഷ്യൻ്റ് ഐ-ടു-ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഐ-ടു-ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് നാളത്തെ ഒരു പ്രാക്ടീസിന് ശേഷം ചിലപ്പോൾ ആ വ്യക്തി ഐ-ടു-ഐ കോണ്ടാക്ട് കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മൊത്തം ബോഡി അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് ഒന്ന് കസേരയിൽ നിന്ന് കുതിച്ചൊക്കെ ഒന്ന് രീതിയിൽ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയല്ല നീ കണ്ണിലേക്ക് മാത്രം നോക്ക് എന്നുള്ള രീതിയിൽ പറയാതെ അതിനെ തന്നെ എൻകറേജ് ചെയ്യും. കുഴപ്പമില്ല, ബോഡി മൂവ് ചെയ്തോട്ടെ, ഒരു വിഷയമില്ല. കുറച്ച് നേരം ശേഷം തെറാപ്പിസ്റ്റ് അയാളോട് പറയുന്നു, അതായത് ഈ ബോഡി മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബോഡി കുറച്ച് കൺട്രോളിൽ വെച്ചിട്ട് തല മൂവ് ചെയ്തോളൂ, നീ തല മുന്നോട്ട് കൊണ്ടുവന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ തല കുറച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് സംസാരിക്കുന്ന ഒരു രീതി വരുന്നു. അതിനെയും കുറച്ച് നാൾ എൻകറേജ് ചെയ്തതിന് ശേഷം ആ വ്യക്തിനോട് പറയുകയാണ്, തലയും ബോഡിയും നീ കൺട്രോൾ ചെയ്ത് ജസ്റ്റ് ഐസ് മാത്രം നമ്മളിലേക്ക് അല്ലെങ്കിൽ ആ സ്പീക്കറിലേക്ക് ഫോക്കസ് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കൂ എന്നുള്ള ഒരു രീതിയിലേക്ക്. അപ്പോൾ അത് ആ ഒരു റെസ്പോൺസിനെ ഷേപ്പ് ചെയ്ത് ഒരു ഡിസൈർഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഔട്ട്കമ്മിലേക്ക് എത്തിച്ചേരുന്ന ഒരു രീതിയാണ് റെസ്പോൺസ് ഷേപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then next technique in operant conditioning to teach new behavior is chaining. Chaining എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെയിൻ എന്താണ്? ചെറിയ കണ്ണികൾ മൂലം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു സാധനം. നമ്മുടെ ഒരു മാല, അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ചെയിനാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കിനെ സിമ്പിൾ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ ടാസ്ക് പഠിപ്പിക്കുന്നു. അതിന് ശേഷം ആ സിമ്പിൾ ടാസ്കിനെ ജോയിൻ ചെയ്ത് കോംപ്ലക്സ് ടാസ്ക് ആക്കി മാറ്റുന്നു. കാരണം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ഒറ്റയടിക്ക് ഒരു പേഷ്യൻറ്റിനോട് പറയുകയാണെങ്കിൽ പേഷ്യൻറ്റിന് അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെ ഒരു 3-4 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോന്നോരോന്ന് പഠിപ്പിക്കുക. ഓക്കെ, ദെൻ 6th ടൈപ്പ് ഓഫ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ മെത്തേഡ് ആണ് operant conditioning for decreasing maladaptive pattern of behavior. അതിൽ ഉള്ളതാണ് റെസ്പോൺസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോക്കൺ എക്കോണമി പറഞ്ഞിരുന്നു. അതായത് ഒരു സ്പെസിഫിക് അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഷോ ചെയ്യുമ്പോൾ സ്പെസിഫിക് നമ്പർ ഓഫ് ടോക്കൺസ് ആ വ്യക്തിക്ക് കൊടുക്കുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്പെസിഫിക് നമ്പർ ഓഫ് ടോക്കൺസ് കൊടുത്തു. ഇപ്പോൾ ഒരു 5 ടോക്കൺസ് ആ വ്യക്തിയുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ആ വ്യക്തി കാഴ്ചവെക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബിഹേവിയർ ഷോ ചെയ്യുകയാണെങ്കിൽ സ്പെസിഫിക് നമ്പർ ഓഫ് ടോക്കൺസ് ആർ ടേക്കൺ ബാക്ക് ഓർ വിഡ്രോൺ, അതായത് തിരിച്ചു മേടിക്കുന്നു ഇത്ര ടോക്കൺ. അപ്പോൾ വ്യക്തി മനസ്സിലാക്കുകയാണ്, ഞാൻ നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്താൽ മാത്രമേ എനിക്കൊരു ടോക്കൺസ് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് റെസ്പോൺസ് കോസ്റ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ പണിഷ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ രീതിയിലുള്ള സെൻസിലെടുക്കരുത്. പണിഷ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റീവ് വേയിലുള്ള പണിഷ്മെൻറ്റ്സ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദിസ് മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ. അല്ലാതെ തല്ലുകയോ പിടിക്കുകയോ ഒന്നും അല്ല പണിഷ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഗ്നോറിംഗ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരെ വേറെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പറയുക, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പോലും അവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, അതായത് ഒരു സ്പെസിഫിക് നമ്പർ. ഇഗ്നോറിംഗ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇഗ്നോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ വ്യക്തിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്കൊരു സെൻസ് ഓഫ് ബാഡ് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ ആ വ്യക്തി അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ഷോ ചെയ്യാനുള്ള ചാൻസ് കുറവായിരിക്കും. അഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഷോ ചെയ്തേക്കാം. ഓക്കെ, ദെൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അസർട്ടീവ്നെസ് ട്രെയിനിങ്ങും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതൊരു കോമൺ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ബിഹേവിയർ തെറാപ്പി മേജർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയറിനെ അഡാപ്റ്റീവ് പാറ്റേണിലേക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിലുള്ള ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷന് 3 സ്റ്റെപ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് റിലാക്സേഷൻ ട്രെയിനിങ്, ഹൈറാർക്കി ഫോർമേഷൻ ആൻഡ് ഡീസെൻസിറ്റൈസേഷൻ ഓഫ് സ്റ്റിമുലസ്. ദെൻ അവേർഷൻ തെറാപ്പി, പ്ലസന്റ് സ്റ്റിമുലസിനെ അൺപ്ലസന്റ് സ്റ്റിമുലസ് റെസ്പോൺസ് വഴി ക്ലബ് ചെയ്ത് അൺപ്ലസന്റ് ആക്കി മാറ്റുന്ന ഒരു സ്പെസിഫിക് മെത്തേഡാണ്. ദെൻ ഫ്ലഡിങ്
അതായത് ഒരു ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻ and the person is not allowed to escape from that specific situation. After prolonged contact with that situation, the client will learn there is no actual danger in that specific situation എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. Then operant conditioning for increasing adaptive pattern of behavior that includes റിവാർഡിങ് ഓർ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് പല കാര്യങ്ങളും അയാളുടെ സിറ്റുവേഷനിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ ഉള്ളതാണ് ടോക്കൺ എക്കോണമി. സ്പെസിഫിക് നമ്പർ ഓഫ് ടോക്കൺസ് ആർ ഗിവൺ ഫോർ ദി പേഷ്യൻറ്റ് വെൻ he shows an adaptive pattern of behavior. Then apparent conditioning for teaching new behavior. അതിലുള്ളതാണ് മോഡലിംഗ് അഥവാ ഡെമോൺസ്ട്രേഷൻ. റെസ്പോൺസ് ഷേപ്പിംഗ്, റെസ്പോൺസിനെ ഷേപ്പ് ചെയ്യുക. ആൻഡ് ചെയിനിങ്, കോംപ്ലക്സ് ടാസ്കിനെ സിമ്പിൾ ടാസ്കായിട്ട് ഡിവൈഡ് ചെയ്ത് അതിന് ഒരുമിച്ച് ചെയിനിങ് എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവരിക. ദെൻ ഓപ്പറന്റ് കണ്ടീഷനിങ് ഫോർ ഡിക്രീസിങ് മാലഡാപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ദാറ്റ് ഇൻക്ലൂഡ്സ് റെസ്പോൺസ് കോസ്റ്റ്, അതായത് സ്പെസിഫിക് നമ്പർ ഓഫ് ടോക്കൺസ് ആർ റിഡീംഡ് ബാക്ക് ഫ്രം ദി client when he shows a maladaptive pattern of behavior. Okay, and then punishments, അതായത് ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കൊടുക്കുക. ഇതിന് പുറമെ മേജർ ആയിട്ടുള്ള 2 തെറാപ്പീസാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആൻഡ് അസർട്ടീവ്നെസ് ട്രെയിനിങ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്.